ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ഗാന്ധിജി. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും ആഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചലച്ചിത്രം. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചലച്ചിത്രം. 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. 800. ലോക അധ്യാപക ദിനം എന്ന്. ലോക അധ്യാപക ദിനം എന്ന് ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം എന്ന് ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത്? ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത്? ബ്രസീൽ. ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ബോംബിക്കോൾ. ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ബോംബിക്കോൾ. ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ബോട്ടാണിക്കൽ ഗാർഡൻ. ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ബോട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? വൈറസ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പ്രകീർണനം. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോർമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? വിസരണം. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? വിസരണം. പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? സിങ്ക്. പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? സിങ്ക്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമേതാണ്? പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമേതാണ്? വേട്ടക്കാരൻ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമേതാണ്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ലാവോസിയെ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ലാവോസിയെ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? മീസിൽസ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? മീസിൽസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ.
ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്ഫിഗ്മോ മനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്ഫിഗ്മോ മനോമീറ്റർ. എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്ത്യൻ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. 800. ലോക അധ്യാപക ദിനം എന്ന്? ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട്. ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത്? ബ്രസീൽ. ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ബോംബിക്കോൾ. ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ബോട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോർമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? വിസരണം. പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? സിങ്ക്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ലാവോസിയെ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? മീസിൽസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്ഫിഗ്മോ മനോമീറ്റർ. എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.